നിയുക്ത ശബരിമല മേൽശാന്തി കൊല്ലം കാവനാട് തോട്ടത്തിൽ മഠത്തിൽ നാരായണീയം ബ്രഹ്മശ്രീ അരുൺകുമാർ നമ്പൂതിരിക്ക് കൈതാരം ശ്രീ അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ സ്വീകരണം നൽകി. കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹം ഇവിടെ നമുക്ക് സ്വീകരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഭക്തിയാദരപൂർവ്വം ക്ഷേത്രസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സ്വാമി ഞാനും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ മനുഷ്യരാണ്. ഞാൻ ഈശ്വരനെ പൂജിക്കുന്നു, നിങ്ങൾ ഈശ്വരനെ നിങ്ങളുടെ മനസ്സുകൊണ്ട് പൂജിക്കുന്നു. അതങ്ങനെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടത് ഭക്തിയാണ്. നമ്മൾ ഈശ്വരനോട് മനസ്സറിഞ്ഞ് നിഷ്കാമമായിട്ടുള്ള ഭക്തി. നമ്മളൊന്നും ഭഗവാനോട് ആവശ്യപ്പെടാതെ ആ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അന്നേരം നിങ്ങളും ഞാനും എല്ലാം ഈശ്വരന്മാരാണ്. നമ്മുടെ പുറമേ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ നമുക്ക് നാശമായി പോകുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവൻ, ഈ ഹൃദയത്തുടുപ്പെന്ന് പറഞ്ഞ നമ്മുടെ ഈ ശരീരം, അല്ലെങ്കിൽ മരണമെന്ന് പറയുന്ന ആ സത്യം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരം വിട്ട് ഈ പ്രപഞ്ചത്തിലോട്ട് ആ ജീവൻ ലയിക്കുകയാണ്. അന്നേരം ആ ജീവൻ എന്ന് പറയുന്ന ആ ഈശ്വരൻ എന്ന് പറയുന്ന പ്രാണന് ഒരിക്കലും നാശം ഉണ്ടാവുന്നില്ല. നമ്മൾ ഈ പുറമേ കാണുന്ന ശരീരത്തിനാണ് നാശം ഉണ്ടാവുന്നത്. പൂന്താനത്തിന്റെ വരികളൊക്കെ നമുക്കറിയാം. ജ്ഞാനപ്പാന വായിക്കാത്തവരാരും കാണത്തില്ലല്ലോ. അവർക്ക് ആ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നേരം നമ്മളെ ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഈശ്വരനാണ്. നമ്മുടെ സങ്കല്പം അങ്ങനെയാണ്. പ്രകൃതി എന്ന് പറയുന്ന അമ്മയായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. അന്നേരം നമ്മൾ ഈശ്വര പൂജ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു കടമയും കൂടെ നമുക്കുണ്ട്. ആ പ്രകൃതി നിലനിന്നെങ്കിലേ നമ്മൾ ഈ വെച്ച് ആശ്രയിക്കുന്ന ശ്രീകോവിലും ഈ മണ്ഡപങ്ങളും ഈ കൊടിമരങ്ങളും നമ്മളും ഒക്കെ ഉള്ളു. നമുക്കറിയാം പ്രകൃതി വരുത്തുന്ന അല്ലേ, നമ്മൾ കുറെ അപകടങ്ങൾ കണ്ടല്ലേ. അതെല്ലാം നമ്മൾ മനുഷ്യൻ തന്നെ വരുത്തി വെക്കുന്ന ഓരോ കുഴപ്പങ്ങളാണ്. അന്നേരം നമ്മൾ ഈ ഈശ്വര പൂജ ചെയ്യുവാന്ന് മാത്രമല്ല, ഈ പ്രകൃതിയെ ഈശ്വരനായിട്ട് കണ്ട ആ പ്രകൃതിയെ കൂടെ നമ്മൾ പൂജിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.